2-3 ദിവസം മുന്നേ ലുക്സോട്ടിക്കിൽ ഒരു മാരേജ് റിസപ്ഷൻ ഉണ്ടായിനെ. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഫുഡിന് തന്നെ, ബാക്കിയൊക്കെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോയത് ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടെ ലൈവ് ജ്യൂസ് ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു ബത്തക്ക ജ്യൂസ് എടുത്ത് കുടിച്ചിട്ടാണ് നമ്മൾ പരിപാടിയിലേക്ക് കടന്നത്. നല്ല കറക്റ്റ് മധുരവും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തരത്തിലുള്ള വേറെയും ജ്യൂസ് ഉണ്ട് കേട്ടോ. അതിലേതാ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരടിച്ചു തരും. ഇനി ഇതൊന്നും പറ്റാത്താക്കാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള കോഫിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഡൈനിങ് ഹാളിലേക്കാണ്. അവിടെ ഫുഡിൻ്റെ ഒരു അത്ഭുതം തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് പേര് പോലും അറിയാത്ത ഡെസേർട്ടും സാലഡ്സ് ഒക്കെ ഉണ്ടായിട്ടാ ഒക്കെ കാണിച്ചു തരാം. പിന്നെ നേരെ പ്ലേറ്റ് എടുത്ത് പോയി ഓരോ സാധനങ്ങളാക്കിയിട്ട് വാങ്ങി. വെള്ളപ്പം, നെയ്പ്പത്തിൽ, കോയിൻ പൊറോട്ട, ചിക്കൻ ഫ്രൈ, പിന്നെ പനീർ കൊണ്ടുള്ള കറിയൊക്കെ ഉണ്ട് കേട്ടോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ചിക്കൻ കറിയാണ്. ഗ്രീൻ പെപ്പർ ചിക്കൻ കറി, നല്ല സോഫ്റ്റിനോ അതിലുള്ള ചിക്കനൊക്കെ. ഒരുപാട് തരത്തിലുള്ള സാലഡ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായതും ഞാൻ ഇതുവരെ കാണാത്തതും ഈ ഒരു സാലഡാണ്, വൻപയർ സാലഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്, മസ്റ്റ് ട്രൈ ആയിട്ട് തോന്നി. ഉപ്പിലിട്ടതിനൊക്കെ എന്താ ഉപ്പൊക്കെ അടിപൊളിയേനു. ഈ ഒരു പ്ലേറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. 20 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ടേസ്റ്റ് ഓഫ് മലബാർ കാറ്ററീസ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ആണ് ഈ ഒരു ഫുഡിന്റെ ദൗത്യം മുഴുവനായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ലൈവായിട്ടുള്ള കിച്ചണേനോ അവിടെ കയറി ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നോക്കി. ആൻഡ് ഫൈനലി ഞാൻ എത്തിയിട്ടുള്ളത് ഡെസേർട്ടിൻ്റെ ഏരിയയിലേക്കാണ്. ഇതെന്താ സാധനം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് പംകിൻ ഹൽവയാണെന്നുള്ളത്. ഞാൻ ഇതുവരെ പേര് പോലും കേട്ടിട്ടില്ല ഇങ്ങനൊരു സാധനത്തിൻ്റെ. ഇത് ഐസ്ക്രീമും കൂട്ടി അടിക്കാൻ വേണ്ടി അടിപൊളിയേനു. പിന്നെ നല്ല മോയിസ്ഡ് ആയിട്ടുള്ള പേസ്ട്രീസും സോഫ്റ്റ് ഗുലാബ് ജാമുനും കട്ട് ഫ്രൂട്ടും ഒക്കെ ഉണ്ടായിനേനു. ഇനി ഇതൊന്നും പറ്റാത്താക്കാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള ഹെർബൽ ടീയുടെ കൗണ്ടറും കൂടി ഉണ്ട്. അവിടുന്ന് 2-3 തരത്തിലുള്ള ചായ കുടിച്ചു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു പൈനാപ്പിൾ ടീ ആണ്. അപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും ഈ ഒരു പരിപാടി ഇത്രയും കളറാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഓഫ് മലബാർ കാറ്ററീസ്. ഇനി നിങ്ങളെ പരിയിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ബേജാറും വേണ്ട, ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.